ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പ്രോജക്റ്റ് വർക്കാണ് ചെയ്ത് നമ്മുടെ DC മോട്ടർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ DC മോട്ടർ കറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഷാഫ്റ്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എങ്ങനെ കറങ്ങുന്നത്, അപ്പോൾ മൊത്തത്തിലുള്ളൊരു വീഡിയോസ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മോട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ആർമേച്ചർ ആവശ്യമാണ്. ഈ ഒരു ആർമേച്ചറിൻ്റെ പുറമെ നമുക്ക് ഈ ഒരു ആർമേച്ചറിൻ്റെ 2 ഷാഫ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബുഷ് നിങ്ങൾക്ക് അറ്റത്ത് കാണാം. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു ബുഷാണ്. ഹെലികോപ്റ്ററിൻ്റെ ആ റോട്ടർ കറങ്ങുന്നതിൻ്റെ 2 ബുഷ് എടുത്തിട്ടുണ്ട്. ആ ബുഷിൻ്റെ മുകളിലേക്ക് നമ്മൾ കോപ്പർ, നമ്മുടെ ബെയർ കണ്ടക്ടർ, നമ്മൾ കോപ്പർ നിൽക്കുന്ന അതിൽ 2 എടുത്തിട്ട് നമ്മൾ സ്പ്രിങ് പോലെ ആക്കിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ നമുക്ക് ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ 2 കണക്ഷൻ, നിങ്ങൾ പ്ലസ്സും മൈനസും വരാൻ വേണ്ടി 2 കണക്ഷനും കൂടെ അതിൻ്റെ ഉള്ളിൽ കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 ബുഷ് നമുക്ക് ഒരു ഷാഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു റോട്ടർ കറങ്ങുന്ന സമയത്ത് ഇതിൽ അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബുഷ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാഗ്നറ്റുകൾ തമ്മിൽ, അതായത് ആകർഷിക്കുന്ന 2 മാഗ്നറ്റുകൾ നടുക്കിലായിരിക്കണം നമ്മുടെ ഈ ഒരു റോട്ടർ, അതായത് വൈൻഡിങ്ങൾ ഇത് വരേണ്ടത്. അപ്പോൾ നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള നോർത്ത് സൗത്ത് പോൾ വരുന്ന 2 വ്യത്യസ്തത്തിൽ വരുന്ന മാഗ്നറ്റുകൾ തമ്മിലേ ആകർഷിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടായിരുന്നു നമ്മുടെ റോട്ടർ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബുഷും അതുപോലെ തന്നെ ബുഷിൻ്റെ മുകളിൽ സോൾഡർ ചെയ്ത ആ 2 സ്റ്റാൻഡ് നമ്മൾ ഇതുപോലത്തെ ഒരു മൾട്ടിവുഡിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുക, അതായത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. അപ്പം ഫസ്റ്റത്തത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോട്ടർ നമ്മൾ കറക്റ്റ് അതിൽ കയറ്റിയതിന് ശേഷം, അതായത് നമ്മളെ ഷാഫ്റ്റ് വരുന്നതാണ്. നമുക്ക് 2 കണക്ഷൻ ഇവിടെ നേരത്തെ പറഞ്ഞു, 2 കണക്ഷൻ വന്നിട്ടുണ്ട് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ 2 വയർ എടുത്തു വെച്ചാൽ ഈ 2 വയർ കൂടെയാണ് നമ്മുടെ ഇതിലേക്കുള്ള ഈ സ്ലിഫ്റ്റ് റിങ്ങിലേക്ക് നമുക്ക് ഇതിലേക്ക് കണക്ഷൻ വരുന്നത്, പ്ലസ്സും മൈനസും. ഈ ഒരു മൈനസും പ്ലസ്സും മാറുന്നതിനനുസരിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം വരുന്നതനുസരിച്ച് നമ്മുടെ മോട്ടർ തുടർച്ചയായിട്ടുള്ള കറക്കത്തിന് കറങ്ങുന്നത്. അപ്പോൾ നമ്മളെ റോട്ടറൊക്കെ വെച്ച് നമ്മൾ അളവെടുത്തു. ഇനി 2ാമത്തെ ബുഷ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു നമ്മുടെ ഇതിലേക്കുള്ള കണക്ഷൻ നമുക്ക് ഈ കറക്റ്റ് സ്പ്ലിറ്റ് റിങ്ങിലേക്ക് കിട്ടുന്ന വിധത്തിൽ നമ്മൾ കറക്റ്റ് കണക്ഷൻ ആക്കി വെക്കണം. അതായത് ഈ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഹോളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് കണക്റ്റ് ആവുന്ന വിധത്തിൽ കറക്റ്റ് ആക്കി വെക്കണം. ഇത് 2ഉം ടച്ച് ആയിരിക്കണം, 2ഉം പോസിറ്റീവ്, എന്നാലേ നമുക്കിത് കറങ്ങുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ ബുഷ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഏകദേശം ഫസ്റ്റത്തെ അളവ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ റോട്ടറിൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു ബുഷ് കാണാം. ആ ഒരു ഈ ബുഷും തമ്മിൽ കറക്റ്റ് അവിടെ നിൽക്കുക അലൈൻമെൻറ്റ് കണക്കാക്കുന്ന വിധത്തിലാണ് ചെയ്യാൻ. പിന്നെ നമുക്കിത് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ഗ്ലൂ ഗണ്ണ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ 2 ബുഷുകളും തമ്മിൽ ഏകദേശം ടൈറ്റ് ഇല്ലാത്ത വിധത്തിൽ ഫ്രീ ആകുന്ന വിധത്തിൽ വേണം നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ആ ഫ്രീക്ക് അനുസരിച്ച് വേണം നമുക്ക് താത്തിയും പൊന്നിച്ച് നമുക്ക് ഗ്ലൂ ഗണ്ണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കണം. അതേപോലെ നമ്മൾ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു അയൺ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും നമുക്ക് റൊട്ടേഷൻ മാറ്റാം. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ചേഞ്ച് ചെയ്താൽ നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ 2 കണക്ഷൻ നമ്മൾ നേരിട്ട് നമ്മുടെ സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് എടുത്ത നമ്മുടെ ഈ 2 കണക്ഷൻ, അതായത് അതിലൊരു കണക്ഷൻ ഡയറക്റ്റ് ബാറ്ററിയുടെ ഏതെങ്കിലും ഒരു കണക്ഷനിലേക്ക് പ്ലസ്സോ മൈനസിലേക്കോ കൊടുക്കുക. അതേപോലെ തന്നെ 2ാമത് നമ്മുടെ കണക്ഷൻ അതിലൊന്ന് നമ്മുടെ സ്വിച്ചിലേക്കും, അതേപോലെ തന്നെ സ്വിച്ചിൽ നിന്നും മറ്റൊരു കണക്ഷനിലേക്കും. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സിലേക്കും, അതേപോലെ തന്നെ 2ാമത്തെ കണക്ഷൻ നമ്മൾ ഒരു സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ മറ്റേ എൻഡിൽ നിന്നും നമ്മുടെ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പ്ലിറ്റ് റിങ് വഴി നമ്മുടെ ഈ ഒരു ആർമേച്ചറിലേക്ക് വരികയും, അപ്പോൾ ഈ ആർമേച്ചറിൽ നമ്മളിപ്പോൾ സപ്ലൈ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ മാഗ്നറ്റിൻ്റെ ഒരു ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രവർത്തനം കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൊട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫാനും പാടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാൻ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു റോട്ടറിലേക്ക് സപ്ലൈ എത്തുകയും, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവുകയും, അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായിട്ടൊരു നമ്മൾ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഒരേ ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു കൈയൊക്കെ ചുഴറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് ചുഴറ്റുന്ന സമയത്ത് അങ്ങോട്ട് പോയി തിരിച്ച് വരണം. ആ ഒരു ഇതേ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ നമ്മുടെ അങ്ങോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും അങ്ങോട്ട് പോകും. പിന്നെ അതേമാതിരി ആ ലെവലിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് കറങ്ങുന്ന സമയത്ത് ആ ഒരു ചേഞ്ച്, അതായത് പോസിറ്റീവും നെഗറ്റീവും മാറുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ മെക്കാനിക്കലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് 2 വൈൻഡിങ് ആക്കിയിട്ട് അവിടെ നിന്ന് ആ ഒരു പ്ലസ് മൈനസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട്. അതിന് പകരമാണ് ഈ സ്പ്ലിറ്റ് റിങ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പ്ലിറ്റ് റിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിലേക്ക് കറണ്ട് അവിടെ പ്രവഹിച്ച് അവിടെ നിൽക്കുകയില്ല, ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഫീൽഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഐസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ 2 മാഗ്നറ്റ് നമ്മൾ ഗ്ലൂ ഗണ്ണിൽ വെച്ച് ഒട്ടിച്ചിട്ട്, അപ്പോൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റോട്ടറിനെ കറക്റ്റ് സെൻട്രലായിട്ട് വെക്കുന്ന വിധത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മാക്സിമം മാഗ്നറ്റ് നമ്മുടെ ഈ റോട്ടറിൻ്റെ അടുത്തേക്ക് അടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ RPM കൂടും. അപ്പോൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ശക്തി കുറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കറങ്ങാനുള്ള ഒരു ഫോഴ്സ് പവർ കുറവായിരിക്കും. മാക്സിമം എത്ര ഒരു എയർ ഗ്യാപ്പിൽ മാക്സിമം വെക്കാൻ പറ്റുമോ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്പീഡ് കൂടും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബാക്ക് EMF കുറയുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു വൈൻഡിങ്ങും ചൂടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് കറണ്ട്, അതായത് നമുക്ക് ഈ ഇതിലേക്ക് മാഗ്നറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ കുറേ നേരം സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഹീറ്റാവും. പക്ഷേ അതേ സമയത്ത് നമ്മൾ മാഗ്നറ്റ് അതിൻ്റെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ മോട്ടർ കറങ്ങി നമുക്കൊരു ബാക്ക് EMF ഉണ്ടാകും. ഈ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മോട്ടറൊക്കെ ഒരു ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു മോട്ടറാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വോൾട്ടേജ് ഒരു LED വെച്ചൊക്കെ തന്നെ, അതാണ് അതിൻ്റെ ബാക്ക് EMF എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കറണ്ട് കൊടുക്കുന്നതിൻ്റെ അത്ര വരില്ല. അപ്പോൾ ബാക്ക് EMF കൂടി വരുമ്പോൾ ആ വൈൻഡിങ്ങിലേക്ക് അത്ര ലോഡ് വരുന്നില്ല. അങ്ങനെയാണ് ആ ഒരു വൈൻഡിങ് വേഗം ഹീറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ കറങ്ങുന്ന സമയത്ത് കറങ്ങാതെ നമ്മൾ ഇതേപോലെ വെച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മോട്ടറുകളൊക്കെ സാധാരണ നമ്മൾ പിടിച്ച് വെക്കുകയാണെങ്കിൽ കത്തിപ്പോകാനുള്ള കാരണം കാരണം ബാക്ക് EMF ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ഒരു മോട്ടർ നമുക്ക് കത്തിപ്പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് കറണ്ട് കൂടാൻ കാരണം എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടിങ് കറണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കറണ്ട് കാരണം നമുക്ക് അവിടെ ഒരു കറക്കം വരുന്നില്ല. കറങ്ങാനുള്ള ഒരു ടെൻഡൻസികൾ ആംപിയർ നമുക്ക് കൂടുതലായിരിക്കും. കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് EMF ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മോട്ടറിന് DC മോട്ടറിന് AC മോട്ടറിന് ഏതായാലും സ്റ്റാർട്ടിങ് കറണ്ട് കൂടാൻ കാരണം. ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബാക്ക് EMF അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ കറക്കം, അതായത് നമ്മൾ സപ്ലൈ മാറ്റി കൊടുത്തിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റൊട്ടേഷൻ ചേഞ്ച് ആക്കുന്ന അതായത് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.